അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. പലരും പ്രയാസപ്പെട്ട് വളരെ സങ്കടത്തോടു കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ ദുആ എന്തുകൊണ്ടാണ് അള്ളാഹു സ്വീകരിക്കാത്തത്? നിരന്തരം ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്, എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞ്, എൻ്റെ ലക്ഷ്യങ്ങൾ പറഞ്ഞ്, എൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ്, എൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ്. പക്ഷേ അള്ളാഹു എൻ്റെ ദുആക്ക് ഇജാബത്ത് നൽകുന്നില്ല. ഒരുപാട് കാലമായി ഞാൻ ദുആ ചെയ്യുന്നു, ഒരുപാട് കാലമായി അള്ളാഹിനോട് ഞാനൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നു, ആവശ്യപ്പെടുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് എൻ്റെ ദുആക്ക് ഇജാബത്ത് ലഭിക്കാത്തത് എന്ന് പലരും പ്രയാസത്തോടു കൂടെ, സങ്കടത്തോടു കൂടെ, നിറഞ്ഞ കണ്ണുകളോടുകൂടെ പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ. നിങ്ങളുടെ ദുആക്ക് ഉറപ്പായിട്ടും ഇജാബത്തുണ്ടാകും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ദുആയിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കില്ല. അതും നിങ്ങളെ റിമൈൻഡ് ചെയ്യുകയാണ്, നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും കൂടുതൽ അങ്ങനെ വലിച്ചു നീട്ടാതെ വിഷയത്തിലേക്ക് വരാം. പ്രിയരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അന അവ്വലുന്നാസി ഖുറൂജൻ ഇദാ ബുഇസു വ അന ഖായിദുഹും ഇദാ ജുമിഉ വ അന ഖതീബുഹും ഇദാ സമതു വ അന ശഫീഉഹും ഇദാ ഹുസിബു വ അന മുബശ്ശിറുഹും ഇദാ യഇസു വല്ലിവാഉൽ കരീമു യൗമഇദിൻ ബിയദി വമഫാത്തിഹുൽ ജിനാനി ബിയദി വഅന അക്റമു ഉൽദി ആദമ അലാ റബ്ബി വലാ ഫഖറ യതൂഫു അലയ്യ അൽഫു ഖാദിമിൻ കഅന്നഹും ലുഅലുഉൻ മക്നൂനുൻ വമാ മിൻ ദുആഇൻ ഇല്ലാ ബൈനഹു വബൈന السماء حجاب حتى يصلي علي فإذا صلى علي انحرف الحجاب وصعد الدعاء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മോട് പറയുന്നൊരു വിഷയമാണ്. അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇതിൽ മറ്റും ഒരുപാട് ഈ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. മറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ എന്തുകൊണ്ടാണ് ദുആക്ക് ഇജാബത്ത് ലഭിക്കാത്തത്, എപ്പോഴാണ് ദുആക്ക് ഇജാബത്ത് ലഭിക്കുക എന്നുള്ള വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. വമാ മിൻ ദുആഇൻ ഇല്ലാ ബൈനഹു വബൈന السماء حجاب حتى يصلي علي فإذا صلى علي انحرف الحجاب وصعد الدعاء. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു വ്യക്തി ഒരു ദുആ ചെയ്താൽ അത് ആകാശ ഭൂമികൾക്കിടയിൽ ഇങ്ങനെ നിൽക്കും, ഒരു മറയോടുകൂടെ ഇങ്ങനെ നിൽക്കും. അഥവാ നമ്മൾ ദുആ ചെയ്താൽ അത് ആകാശത്തേക്ക് കയറിപ്പോകാതെ ഒരു മറയോടുകൂടെ, ഒരു മറയുടെ അടിയിലായിട്ട് ഇങ്ങനെ നിൽക്കും. എപ്പോഴാണ് ദുആ ആകാശത്തോട്ട് കയറിപ്പോകുക? ആ ദുആയിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇൻഹറഫൽ ഹിജാബു വസ്വഇദ ദുആ, ആ ഒരു മറ നീങ്ങി അത് ആകാശത്തോട്ട് കയറിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. മനസ്സിലായല്ലോ? അതാണ് ദുആയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ എങ്കിൽ ആ ദുആക്ക് ഇൻഷാ അല്ലാഹ് മൂന്നാലൊരു ഇജാബത്ത് ഉറപ്പായിട്ടും ലഭിക്കും. അല്ലെങ്കിലും നമ്മൾ ദുആ ചെയ്ത ആ ദുആയിലൂടെ ചോദിച്ച കാര്യത്തിന് ഇജാബത്ത് ലഭിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ ഒരു ദുആൻ്റെ ഇജാബത്ത് എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി ദുആ ചെയ്താൽ മൂന്നാലൊരു ഫലം അവനക്ക് ഉറപ്പായിട്ടും ലഭിക്കും. ഒന്നില്ലെങ്കിൽ അവൻ ആ ദുആയിലൂടെ ചോദിച്ച കാര്യം അള്ളാഹു അവനക്ക് നൽകും. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ദുആ കാരണമായിട്ട് അവൻ്റെ ദുനിയാവിലെ പ്രയാസങ്ങളെ അള്ളാഹു തട്ടി നീക്കും. ഇനി അതുമല്ലെങ്കിൽ അതൊരു കൂലിയായിട്ട് നാളെ ആഖിറത്തിൽ വെച്ച് അവനക്ക് നൽകും. ഇങ്ങനെ മൂന്നാലൊരു ഫലം അവനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്തതിൻ്റെ ഫലമായിട്ട് നൽകുന്നുണ്ട്. ഏതായാലും അത് ലഭിക്കണമെങ്കിൽ നമ്മൾ ആ ദുആയിൽ സ്വലാത്ത് ചൊല്ലി, മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ ദുആയിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ ദുആക്ക് പ്രധാനപ്പെട്ട ഒരു ഇജാബത്ത് അള്ളാഹു ഇട്ട് തരും ഇൻഷാ അല്ലാഹ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ ദുആ ചെയ്ത് നോക്കി, അപ്പോൾ നിങ്ങളുടെ ദുആക്ക് പ്രധാനപ്പെട്ട ഇജാബത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും ഈ ഒരു നന്മ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അള്ളാഹു നമുക്ക് ഖൈർ പഠിക്കാനും ഖൈർ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.